തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോരത്തെ അനധികൃത ഷെഡുകളും റോഡിലെ കാഴ്ച മറയ്ക്കുന്ന കാടുകളും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തം. വർഷങ്ങളായി പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് ആക്ഷേപം. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി ദീർഘദൂര വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ റോഡിനാണ് ഈ ദുരവസ്ഥ. ചങ്ങരംകുളം മുതൽ വളയംകുളം വരെയുള്ള 3 കിലോമീറ്റർ റോഡിലാണ് അനധികൃത ഷെഡുകളും മൺകൂണുകളും പുൽക്കാടുകളും കൊണ്ട് നിറഞ്ഞത്. അപകടങ്ങൾ പതിയിരിക്കുന്ന റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. ചങ്ങരംകുളം മുതൽ ജില്ലാതിർത്തിയായ കോലിക്കര വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. നിരവധി ജീവൻ പൊലിഞ്ഞ പാതയിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ചീയാനൂർ പാടത്തും വളയംകുളത്തും സെമി ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ദീർഘദൂര വാഹനങ്ങൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കുമടക്കം സെമി ഹമ്പ് തിരിച്ചറിയാനുള്ള സിഗ്നൽ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഹമ്പിൽ സഡൻ ബ്രേക്ക് ഇടുന്നതും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പ്രദേശത്ത് തെരുവു വിളക്കില്ലാത്തതും ദിശാ ബോർഡ് സ്ഥാപിക്കാത്തതും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കൂടാതെ ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡിലെ മണ്ണും കോൺക്രീറ്റ് വേസ്റ്റുകളും പാതയോരത്ത് ഇപ്പോഴും കുന്നുകൂടി കിടക്കുകയാണ്. ഡ്രൈനേജുകളിൽ മണ്ണടിഞ്ഞതോടെ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പാതയോരത്തെ പുൽക്കാടുകൾ റോഡിലേക്ക് പടർന്നു നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സുരക്ഷാ വീഴ്ചകൾ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.